രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം 9-ാം സർഗം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 108-ാം സർഗത്തിൽ ജാംബാലി എന്ന് പറയുന്ന മഹർഷി രാമനെ ഈ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഭൗതികവാദത്തിൻ്റെ വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭൗതികവാദം ഉന്നയിച്ചുകൊണ്ട് ആത്മാവും സത്യവും ഒക്കെ ഇല്ലാത്തതാണെന്നും അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് രാജ്യമെല്ലാം ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടത്, തിരിച്ച് രാജ്യഭാരം ഏറ്റെടുക്കണമെന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പൂർവ പക്ഷത്തിനെ പറഞ്ഞ് സിദ്ധാന്തപക്ഷത്തിനെ സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾക്കൊക്കെ ഉള്ളത്. അതനുസരിച്ച് ഇവിടെ ജാബാലിയുടെ വാക്ക് കേട്ടിട്ട് ആ രാമൻ ഒരു മാനസികമായ യാതൊരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജാബാലിയുടെ വാക്കുകൾ കേട്ടാൽ തീർച്ചയായിട്ടും അത് സത്യമാണ് എന്ന് തോന്നും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൗതികവാദികളുടെ വാദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അതാണ് ശരി, അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ അവരുടെ പക്ഷത്തേക്ക് മാറാറുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കേട്ടിട്ടും യാതൊരു മാറ്റവുമില്ലാതെ രാമൻ അവരോട്, ആ ജാബാലിയോട് ഇങ്ങ് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ പറഞ്ഞതൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്, പക്ഷേ അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ എല്ലാം പഥ്യമാണ് എന്ന് തോന്നുമെങ്കിലും അതെല്ലാം അപഥ്യമാണ്. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ പാപചാരി തന്നെയാണ്. ഒരു ദുഷ്വൃത്തനായ മനുഷ്യന് സജ്ജനങ്ങളിൽ ആദരം കിട്ടുകയില്ല. കുലീനനോ അകുലീനനോ വീരനോ വീരാഭിമാനിയോ ശുചിയോ അശുചിയോ ആരാണ് ഒരാൾ എന്ന് തീരുമാനിക്കുന്നത് അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ്. ഒരാൾ അര്യനല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു മോശം വംശത്തിൽ പിറന്നവനാണെങ്കിൽ പോലും അവൻ്റെ നല്ല സദ്വൃത്തികളെ കൊണ്ട് അവൻ ശ്രേഷ്ഠനായിത്തീരുന്നു. അതേ സമയത്ത് നല്ല കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അയാൾ നല്ല മാർഗത്തിനെയും നല്ല വാക്കുകളെയും നല്ല മാർഗത്തിനെയും പിന്തുടരാതിരിക്കുകയാണെങ്കിൽ അയാൾ എന്തായിത്തീരും? അയാൾ ദുർഭഗനും ദുഷ്ടനുമൊക്കെ ആയിത്തീരും. ദേവന്മാരും ഋഷികളും മറ്റെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് സത്യത്തിനെയാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കള്ളം പറയുന്നവനെ ഒരു പാമ്പിനെ പോലെ ആണ് എല്ലാവരും പേടിക്കേണ്ടതാണ്. ലോകത്തിൽ ധർമ്മത്തിൻ്റെ ലക്ഷ്യം തന്നെ സത്യമാണ്. എല്ലാത്തിനും അതുകൊണ്ട് അടിസ്ഥാനമായിട്ടുള്ളതും സത്യമാണ്. സത്യം തന്നെയാണ് ഈശ്വരൻ. ധർമ്മം എപ്പോഴും സത്യത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. സത്യമാണ് എല്ലാത്തിനും ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് സത്യത്തിന് മുകളിൽ യാതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് എന്നുള്ള സത്യം പാലിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ദാനം, യജ്ഞം, ഹോമം, തപസ്, വേദങ്ങൾ ഇതൊക്കെ സത്യത്തിനെ തന്നെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരാൾക്ക് ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കഴിയുന്നതും അയാളുടെ സത്യസന്ധത കൊണ്ടാണ്. നരകത്തിലും വീഴുന്നതായാലും സ്വർഗത്തിൽ വീഴുന്നതായാലും ഒക്കെ ഒരാൾക്ക് സംഭവിക്കുന്നത് അയാളുടെ പ്രവൃത്തികളെ കൊണ്ടാണ്. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അച്ഛന് കൊടുത്ത സത്യം മറിച്ച് ചെയ്യുക. അസ്ഥിരമായ മനസ്സോടു കൂടിയവനും അസത്യം പറയുന്നവനുമായവനെ ദേവന്മാരോ പിതാക്കളോ ഒന്നും അനുമോദിക്കുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം അന്തരാത്മാവിൻ്റെ നിത്യമായ ധർമ്മമാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സത്പുരുഷന്മാരെ എല്ലാവരും ആദരിക്കുകയും ചെയ്യുന്നു, ദുഷ്ടന്മാരെ എല്ലാവരും നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. ആയുസ്സായാലും ആരോഗ്യമായാലും സമ്പത്തായാലും എല്ലാം സത്യവാക്കുകളായ മനുഷ്യന്മാരെയാണ് എന്നും ആശ്രയിക്കുന്നത്. സത്യം പാലിക്കാൻ ഒരാളെ ആയുസ്സോ ആരോഗ്യമോ സമ്പത്തോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് താല്പര്യം. അതുകൊണ്ട് തന്നെ സത്യത്തിനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രേയസ്കരമായ കാര്യം എന്ന് എനിക്കറിയാം. അങ്ങ് ഇപ്പം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇതൊന്നും ശ്രേഷ്ഠമല്ല എന്നും സത്യം തന്നെയാണ് ശ്രേഷ്ഠം എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അച്ഛനോട് വനവാസം ചെയ്യാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇപ്പോൾ ഭരതനെ അനുസരിക്കും? ആ അച്ഛൻ്റെ വാക്കുകളെ ലംഘിച്ചിട്ട് അച്ഛൻ്റെ മുന്നിൽ ചെയ്ത ആ പ്രതിജ്ഞയേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശുദ്ധ ഫലപുഷ്പങ്ങളൊക്കെ കൊണ്ട് പിതൃക്കളെ ആരാധിച്ചുകൊണ്ട് ഈ കാട്ടിൽ കഴിയുന്നതിനേക്കാൾ സുഖകരമായിട്ട് അയോധ്യയിലെ
ഉള്ള സുഖങ്ങൾ അനുഭവിക്കാമെന്നും ഞാൻ കരുതുന്നില്ല. 100 കണക്കിന് യാഗങ്ങൾ ചെയ്തിട്ടാണ് ഇന്ദ്രന് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞത്. ഉഗ്രമായ തപസ് ആചരിച്ചിട്ടാണ് പല മഹർഷിമാരും സ്വർഗ്ഗലോകം നേടിയത്. അല്ലാതെ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട്, സത്യവാക്കിനെ പോലും നിരാകരിച്ചുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ എത്തിച്ചേരാൻ കഴിയില്ല, സ്വർഗം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയണം. പിന്നെയും അദ്ദേഹത്തിന് ഈ ജാബാലിയുടെ വാക്കുകൾ കേട്ടിട്ട് കോപം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ അമർഷത്തോടു കൂടി പറഞ്ഞു, സത്യം, ധർമ്മം, പരാക്രമം, മറ്റു ജീവികളോടുള്ള അനുകമ്പ, പ്രിയം പറയൽ, ബ്രാഹ്മണരെയും ദേവന്മാരെയും അതിഥികളെയും പൂജിക്കുക, ഇതൊക്കെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് സജ്ജനങ്ങൾ പറയുന്നുണ്ട്. ഇത് നേരത്തെ അറിഞ്ഞ ഐക്യമത്യത്തോടുകൂടി ബ്രാഹ്മണരെല്ലാവരും ആ ധർമ്മം വഴിപോലെ അനുഷ്ഠിച്ച് സ്വർഗാദി ലോകത്തിൽ ചെന്ന് ചേരുന്നുമുണ്ട്. അച്ഛൻ ചെയ്ത ആ കർമ്മത്തെ സമ്മതിച്ച നിന്നെ ഞാൻ നിന്ദിക്കുന്നു എന്നിങ്ങനെ ബുദ്ധിയുടെ സമനില തെറ്റിയവനെ, ഇത്തരം ചിന്തയും കൊണ്ട് നടക്കുന്നവനെ, ധർമ്മം വെടിഞ്ഞ തനി നാസ്തികനെ, അതായത് ജാബാലിയെപ്പോലുള്ളവനെ എന്നർത്ഥം. കള്ളനും തഥാഗതനും നാസ്തികനുമായ ബുദ്ധൻ എന്നറിയണം എന്ന് പറയുന്നു. ഇവിടെയാണ് വാൽമീകി രാമായണത്തിലെ ബുദ്ധ ശബ്ദം തന്നെ പറയുന്നത്. ദശാവതാരങ്ങളിൽ പിന്നീട് വരുന്ന ഭാഗവതത്തിലൊക്കെ ബുദ്ധനെ ഭഗവതിൻ്റെ അവതാരങ്ങളിലൊന്നായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും വാൽമീകി അത് അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, തഥാഗതൻ ആയ ബുദ്ധനെ നാസ്തികനായിട്ട് തന്നെയാണ് വാൽമീകി പ്രതിപാദിച്ചിരുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയെപ്പോലുള്ളവരെയും ഒക്കെ നിന്ദിക്കപ്പെടേണ്ടതാണ്. അവരെ ബ്രാഹ്മണരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും എല്ലാവരും സത്യത്തിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജാബാലിയുടെ ഭൗതികവാദത്തെ രാമൻ നിരസിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ജാബാലി അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ശരിയാണ് രാമ, ഞാൻ ഇനി നാസ്തികവാദം പറയുന്നില്ല. ഞാൻ സ്ഥിരമായിട്ടൊരു നാസ്തികനൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ ധർമ്മത്തിൽ അങ്ങയുടെ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം നാസ്തിക മതം അങ്ങയോട് പറഞ്ഞത് എന്നാണ് ജാബാലി മറുപടി. എന്ന് പറഞ്ഞാൽ അതിലൂടെ സൂചിപ്പിക്കുന്നത് ഈ നാസ്തിക മതം എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഭൗതികവാദം എന്നുള്ളത് തന്നെ സ്ഥിരമായൊരു വാദമല്ലാമെന്നും താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് അതിനുള്ളത് എന്നും ആണ്. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടാൻ ഒക്കെ വേണ്ടി ചിലർ ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് നാസ്തികവാദം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇങ്ങനെ ജാബാലിയുടെ വാക്കുകളോടുകൂടിയാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.